പീഡനക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി നടൻ സിദ്ദിഖ് തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂം ഓഫീസിലാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ വിവരശേഖരണം നടത്തി വിട്ടയച്ച സിദ്ദിഖിനെ തുടർ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി സുപ്രീം കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം ഉടൻ നീക്കം ആരംഭിക്കും. ഈ മാസം 12-ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുകയാണ്. സുലേഖ, ഇന്ന് 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ, പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇനിയും സിദ്ദിഖിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി ആയിരിക്കണം 12-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റ് വിവരങ്ങൾ? തീർച്ചയായും സിജു, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. സിദ്ദിഖ് അല്പസമയം മുൻപാണ് സിറ്റി കൺട്രോൾ റൂമിൽ നിന്ന് സിദ്ദിഖ് പുറത്തു പോയത്. ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വിവരശേഖരണം എന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത 12-ാം തീയതി വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് സിദ്ദിഖിന് നൽകിയിട്ടുള്ളത്. അതുപ്രകാരം 12-ാം തീയതി വീണ്ടും തിരുവനന്തപുരത്ത് സിദ്ദിഖ് ഹാജരാകുമെന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നടി നൽകിയ പീഡന കേസിലാണ് സിദ്ദിഖിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി 12-ാം തീയതി കൂടി ഇത്തരത്തിൽ തിരുവനന്തപുരം ഇതേ സ്ഥലത്ത് തന്നെ സിറ്റി കൺട്രോൾ റൂമിൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് 12-ാം തീയതി സിദ്ദിഖ് ഹാജരാകേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നടി നൽകിയ പീഡന പരാതിയിൽ ഇത്തരത്തിൽ സിദ്ദിഖിനെതിരായ സാഹചര്യ തെളിവുകളൊക്കെ തന്നെയും ലഭിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്. ആദ്യം മസ്കറ്റ് ഹോട്ടലിൽ നിന്നാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി നടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മസ്കറ്റ് ഹോട്ടലിലെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളും ഒക്കെ തന്നെയും സിദ്ദിഖിനെതിരായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് തള്ളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്ന് 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് ശേഷം ആണ് ഇത്തരത്തിൽ സിദ്ദിഖ് ഈ വാർത്തകളൊക്കെ തന്നെയും. ശരി സുലേഖ, നിലവിൽ ഈ നടൻ ജയസൂര്യയ്ക്ക് കൂടി നോട്ടീസ് നൽകിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന നടിയുടെ പരാതിയിൽ ജയസൂര്യയോട് 15-ന് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും സിജു, 2013-ൽ ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയസൂര്യയോട് ഇപ്പോൾ ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്നുള്ളൊരു നിർദ്ദേശം നടൻ ജയസൂര്യക്ക് നൽകിയിട്ടുള്ളത്. 2013-ലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചു എന്നതാണ് നടൻ ജയസൂര്യക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിനാണ് നടൻ ജയസൂര്യക്ക് ഹാജരാകാൻ വേണ്ടിയുള്ള നോട്ടീസ് നിലവിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷൻ നൽകിയിട്ടുള്ളത്. സിജു, ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖിനെ 3 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. ഇനി 12-ാം തീയതി ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നടൻ ജയസൂര്യയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ മാസം 15-ന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.